ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലുള്ള ജനിതക പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ജാതകമല്ല നോക്കേണ്ടത്, ജനിതകമാണ് നോക്കേണ്ടത്. നമ്മുടെ ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ജനിതക പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. ബിഫോർ ബർത്ത് തന്നെ പ്രഗ്നന്റ് ആയിരിക്കെ തന്നെ അല്ല, കല്യാണത്തിന്റെ സമയത്ത് തന്നെ അവർ അങ്ങനെ ആക്കിയതാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അതാണ് വേണ്ടത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വന്തം റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെയുള്ള ഇതില്ലേ മാരേജ്, അത് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്തരം സാഹചര്യങ്ങളിലാണ് ഇത്തരം ജനറ്റിക് ഡിസോർഡർ കൂടുതൽ വരാനുള്ള ഒരു ചാൻസ് കൂടുതൽ സ്വന്തം ഫാമിലിയിൽ നിന്ന് തന്നെ. നമ്മളിപ്പോൾ കണക്കുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഇത്തരം ജനിതക രോഗികൾ കൂടുതലുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട്. രണ്ടാം സ്ഥാനം ഹിന്ദു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും റിലേഷൻഷിപ്പിൽ നിന്ന് കൂടുതലായിട്ട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ മുറപ്പെണ്ണ്, മുറച്ചെറുക്കൻ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ സ്വന്തം റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ കല്യാണം നടക്കുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജനറ്റിക് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി എന്തുകൊണ്ട് അത്തരം രോഗങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യക്ഷത്തിൽ നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മളുടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു പൊതുപൂർവികൻ ചിലപ്പോൾ ഒരാളായിരിക്കാം, നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ജനിതക പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള തലമുറകളിലെ ചിലപ്പോൾ ഒരു 5, 6 അല്ലെങ്കിൽ 10 തലമുറയിലെ ആൾക്കാർ വരെ ക്യാരിയേഴ്സ് ആയിരിക്കാം. യഥാർത്ഥത്തിൽ ഈ ക്യാരിയേഴ്സാണ് ഇന്നുള്ള രോഗികളെക്കാളും കൂടുതലായിട്ടുള്ളത്. നമ്മൾക്കറിയില്ല ഈ കാരിയർ ആണോ അല്ലയോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ജനിതക പരിശോധന അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചേട്ടൻ ചോദിച്ച വേറൊരു ചോദ്യം, ഇത്തരത്തിൽ ജനിതക രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള പ്രൊസീജിയർ എന്താണ്? നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള 100% ഇത് ഒഴിവാക്കാൻ ഉള്ള ഇതായിട്ടില്ല, നിലവിലായിട്ടില്ല. എങ്കിൽ പോലും കുറച്ചൊക്കെ സാധ്യതകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ 2 പേരും ഒരേ കാരിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടി ജനിക്കുന്ന ഒരു അവസ്ഥയിൽ അത് കുട്ടിക്കില്ലാത്ത രീതിയിൽ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരു പരിധി വരെ, എല്ലാത്തിനും അതിൻ്റേതായ ലിമിറ്റേഷൻ ഉണ്ട്, എങ്കിലും ഒരു പരിധി വരെ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു ജനിതക പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ അവൈലബിൾ ആണോ? എങ്ങനെയാണ് അതിന്റെ പരിപാടികളൊക്കെ? നമ്മളുടെ ജനിതക പ്രശ്നങ്ങൾക്ക് പൊതുവെ അങ്ങനെ ട്രീറ്റ്മെന്റ്സ് ഇല്ലല്ലോ. നമുക്ക് കംപ്ലീറ്റ് ക്യൂർ ഒന്നിനും അവകാശപ്പെടാം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 16 കോടിയുടെ മരുന്ന്, അതിന് പോലും കമ്പനി പോലും അവകാശപ്പെടുന്നത് അപ് ടു 30. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമോ അത്രയും ഉണ്ടാവുള്ളൂ അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ 1% മാറ്റം വന്നാൽ പോലും അത് വലിയൊരു മാറ്റമാണെന്ന് തന്നെ പറയും. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് നന്നായിട്ടറിയാം ഈ ഒരു അസുഖത്തിൻ്റെ ബുദ്ധിമുട്ട്. ഒരു പേഷ്യൻ്റ് എന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് 1% മാറ്റം വന്നാൽ പോലും വലിയൊരു കാര്യമാണ്. പിന്നെ ഈ SMA അതുപോലെ DMD എന്ന് പറയുന്ന ടൈപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണസാധ്യത, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മരണസാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മരുന്നുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ മരണം കഴിവതും ഒഴിവാക്കുക, അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന അത്രയും ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യത്തിലേക്ക് ബോഡി എത്തിക്കാതിരിക്കുക എന്നുള്ള ലെവലിലേക്കാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആ ഒരു രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ AI കാലഘട്ടങ്ങളാണ്, ഗവേഷണങ്ങൾ പല തലത്തിൽ നടക്കുന്നുണ്ട്, പല രാജ്യങ്ങൾ അതിനു വേണ്ടി ഉള്ള പല രീതിയിൽ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭാവിയിൽ ഒരു കംപ്ലീറ്റ് ക്യൂർ നമുക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ, നിങ്ങൾ ചെറുപ്പം മുതൽ നിങ്ങൾ 10-18 വയസ്സ് വരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ, എൻ്റെ ലൈസൻസ് വരെ നോർമലാണ്, ഡ്രൈവിംഗ് ലൈസൻസ് നോർമലാണ്, എപ്പോഴും കാണുമ്പോൾ വിഷമമാണ്, ഓക്കെ, നടന്നിരുന്ന ഒരാളാണ്. പിന്നെ പതുക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ മാറി വന്നത്. ഇപ്പോൾ എത്ര വയസ്സായി? എനിക്ക് 33 ആവാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജീവിതത്തിൻ്റെ 2 വശങ്ങളും കണ്ട ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അറിയുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു നോർമൽ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളുണ്ടായിരുന്നപ്പം കിട്ടിയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഇപ്പോൾ പല സംഭവങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു മാനസിക പ്രശ്നങ്ങൾക്കുപരിയായിട്ട് വേറെയും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമല്ലോ, ഇല്ലേ? സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒത്തിരി സംഭവം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാറ്റം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അംഗീകരിച്ചത്?